മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്തും സെക്സ് റാക്കറ്റും നടത്തിയ കേസിൽ ഇപ്പോൾ മുഖ്യ സൂത്രധാരൻ പിടിയിലായിരിക്കുന്നു. മാവേലിക്കര സ്വദേശി ബിലാൽ എന്ന ശ്രീകുമാറിനെയാണ് മരട് പോലീസ് പിടികൂടിയത്. സ്ത്രീകളടങ്ങിയ സെക്സ് റാക്കറ്റിനെ നിയന്ത്രിച്ചത് ഈ ബിലാലാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തൽ. SS ശരൺ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ശരൺ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആരാണ് ഇയാൾ, എന്താണ് ഇയാളുടെ ഈ ഒരു ബിലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട്, ഈ ഒരു മനുഷ്യക്കടത്തിലും സെക്സ് റാക്കറ്റിലും ഇയാളുടെ പങ്ക് എങ്ങനെയാണ്? ശിഹാസ്, ഈ സ്ത്രീകൾ അടങ്ങുന്ന റാക്കറ്റിനെ നിയന്ത്രിച്ചിരുന്നത് ഇയാൾ എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം കൂടിയാണ്, ഒരു കേസ് കൂടിയാണ്. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്തും സെക്സ് റാക്കറ്റും നടത്തിയ കേസ്. ആ കേസിലാണ് ഇപ്പോൾ നിർണായകമായ അറസ്റ്റിലേക്ക് എറണാകുളം ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം നീങ്ങിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഇയാളിലേക്ക് എത്തുന്നതിൽ അന്വേഷണ സംഘത്തെ സഹായിച്ചിരിക്കുന്നത്. ഒന്ന്, നേരത്തെ ഈ പരാതിക്കാരി, അതായത് മരട് പോലീസിന് പരാതി നൽകിയ പരാതിക്കാരിയുടെ രഹസ്യമൊഴിയിൽ ഈ ബിലാൽ എന്ന ശ്രീകുമാറിനെ കുറിച്ച് സൂചന നൽകിയിരുന്നു. ഇതിന് പുറമെ തന്നെ ഈ കേസിലെ ഒന്നാം പ്രതിയായ സിന്ധു, ഈ കേസിൽ ഈ ബിലാൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ നമുക്കറിയാം ഈ സിന്ധുവിനെ സംബന്ധിച്ചാണ് വലിയ രീതിയിൽ ചർച്ചകൾ ഉണ്ടായിരുന്നത്. സിന്ധു ആണ് ഒന്നാം പ്രതിയായിരുന്നത്. സിന്ധുവിനെ മുംബൈയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് കൊച്ചിയിലേക്ക് എത്തിക്കുകയും എറണാകുളം ACPയുടെ നേതൃത്വത്തിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ സിന്ധു കൂടി ഇത് സംബന്ധിച്ചുള്ള നിർണായകമായിട്ടുള്ള വിവരം പോലീസിന് നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബിലാൽ എന്ന ശ്രീകുമാറിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നത്. ഇന്ന് വൈകിട്ടാണ് ഇയാളെ കൊച്ചിയിൽ നിന്ന് പോലീസ് സംഘം കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയായിക്കൊണ്ട് ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയായിക്കൊണ്ട് മരട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി സ്വാഭാവികമായിട്ടും വിശദമായ ചോദ്യം ചെയ്യലാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, ഈ കേസിൽ 5 പ്രതികളാണ് നേരത്തെ ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ സിന്ധു ആണ് ഈ റാക്കറ്റിനെ നിയന്ത്രിച്ചതെന്നുള്ള വിവരമാണ് പുറത്തു വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ബിലാൽ എന്ന ആളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ 5 സ്ത്രീകളെ ഉൾപ്പെടുത്തിയുള്ള കേസാണ് മരട് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിൽ 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റ് 2 പേർ വിദേശത്താണുള്ളത്. അവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ബിലാലിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇയാളെ കുറിച്ച് പോലീസ് പറയുന്നത് ഈ റാക്കറ്റിനെ നിയന്ത്രിച്ചത് ഇയാളാണ്. ഇയാൾ നേരത്തെ വിദേശത്ത് ദുബായിലാണ് ഉണ്ടായിരുന്നത്. ദുബായിൽ ജോലി ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് കേരളത്തിലേക്ക് മടങ്ങി വരികയായിരുന്നു. ഈ ദുബായിൽ വച്ചാണ് ഈ കേസിലെ മറ്റൊരു പ്രതിയായ സിന്ധുവുമായി പരിചയത്തിലാകുന്നത്. അതിനുശേഷം കേരളത്തിൽ വെച്ചാണ് ഇത്തരത്തിൽ റാക്കറ്റ്, ഇങ്ങനെ ഒരു സെക്സ് റാക്കറ്റ് തുടങ്ങാമെന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുകയും പിന്നീട് അതിലേക്ക് പോവുകയും ചെയ്തിരുന്നത്. എന്തായാലും നിരവധി യുവതികളെയാണ് ഇവിടെ നിന്ന് മനുഷ്യക്കടത്തിന് ഇരയാക്കിയിരുന്നത്. അതായത് ഇവിടെ നിന്ന് ദുബായിലേക്ക് കടത്തിയിരുന്നത്. അതിനുശേഷം അവിടെ മികച്ച വരുമാനമുള്ള മോഡലിംഗ് ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലാറ്റിന്റെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ഫ്ലാറ്റിൽ വെച്ച് ക്രൂര പീഡനത്തിന്, പിന്നീട് നമ്മൾ അതിന്റെ പലപ്പോഴായി വാർത്തകൾ നൽകിയിരുന്നതാണ്, അതിക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിനാണ് ഈ പെൺകുട്ടികൾ ഇരയാവുകയും ചെയ്തിരുന്നത്. യുവതികളുടെ ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ, അതായത് വാട്സപ്പ് വഴി ഇടപാടുകാർക്ക് അയച്ചു നൽകുന്നു. ഓരോ തവണയും ലൈംഗിക ചൂഷണത്തിന് 25,000 രൂപയാണ് ഈ റാക്കറ്റിന് ലഭിച്ചിരുന്നത്. അത് അങ്ങനെ വലിയ ലാഭം ഉണ്ടാക്കുന്ന ഒരു റാക്കറ്റായി ഈ റാക്കറ്റ് മാറുകയും ചെയ്തത്. അതായത് ഒരു ദിവസം ലക്ഷങ്ങളുടെ ഇടപാടുകൾ ഈ റാക്കറ്റ് നടത്തിയെന്നുള്ളൊരു കണ്ടെത്തലിൽ കൂടിയാണ് പോലീസ് എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ സിനിമ സീരിയൽ താരങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഒരു കേസ്, അല്ലെങ്കിൽ അവർ കൂടി അന്വേഷണ പരിധിയിൽ വരുന്നെന്നുള്ള വലിയ പ്രാധാന്യം കൂടിയുണ്ട്. നേരത്തെ ഈ സിന്ധുവിന്റെ മകളുടെ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയെ കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം ഉണ്ടായിരുന്നു. അതായത് അലീസ ഇവന്റ്സ് എന്ന പേരിലുള്ള ഇവന്റ് മാനേജ്മെന്റ് കമ്പനി, ആ കമ്പനിയുടെ മറവിലാണ് ഇതെല്ലാം നടക്കുന്നതെന്നുള്ള വിവരമാണ് പരാതിക്കാരി പോലീസിന് നൽകുകയും ചെയ്തിരുന്നത്. ആ കമ്പനിയുമായിട്ട് ചില സിനിമ സീരിയൽ താരങ്ങൾക്ക് ബന്ധമുണ്ടെന്നുള്ളത് പോലീസ് സംശയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ താരങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. എന്തായാലും ഇനി ഈ ബിലാലിനെ സിനിമ സീരിയൽ താരങ്ങളുമായിട്ട് ബന്ധമുണ്ടോ, ഒപ്പം തന്നെ ഇയാളുടെ റാക്കറ്റ് എത്ര കാലമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു, എത്ര യുവതികളെ വിദേശത്തേക്ക് കടത്തി ഇത്തരത്തിൽ അതിക്രൂര പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ടെന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്കാണ് ഇനി മറുപടി ലഭിക്കേണ്ടത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് നിലവിൽ പോലീസ് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും, അല്ലെങ്കിൽ നാളെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളിലേക്കായിരിക്കും പോലീസ് കടക്കുക. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങുകയും ഒപ്പം തന്നെ തെളിവെടുപ്പ് നടപടികളിലേക്ക് അടക്കം കടക്കുകയും ചെയ്യേണ്ടതുണ്ട്. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്തും സെക്സ് റാക്കറ്റും നടത്തിയ കേസിലെ മുഖ്യ സൂത്രധാരന്റെ ചിത്രവും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാട്സാപ്പ് ചാറ്റുകൾ ഇതാ പുറത്തു വന്നിരുന്നു. സിന്ധു പെൺകുട്ടികളുടെ ചിത്രങ്ങൾ വിദേശത്തുള്ള ഇടപാടുകാർക്ക് അയച്ചു നൽകുന്നു, ഒരു വില പറഞ്ഞ് ഉറപ്പിക്കുന്നു, പിന്നീട് മോഹന വാഗ്ദാനങ്ങൾ നൽകി പെൺകുട്ടികളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു, അവിടെ ഫ്ളാറ്റിൽ എത്തിച്ചതിന് ശേഷം ലഹരി കൊടുത്ത് ഇവരെ മയക്കുന്നു, ആവശ്യാനുസരണം ദുരുപയോഗം ചെയ്യാൻ, ബലാത്സംഗം ചെയ്യാൻ ഇവർ വിട്ടുകൊടുക്കുകയാണ്. ഓരോ ഇടപാടിനും 25,000 രൂപ വെച്ച് വാങ്ങുന്നു. അങ്ങനെ ലക്ഷങ്ങളും കോടികളും
തട്ടിയെടുക്കുന്ന ഒരു വലിയ സെക്സ് റാക്കറ്റാണ് പ്രവർത്തിച്ചിരുന്നത്. അതാണിപ്പോൾ പിടിയിലാവുന്ന. അതിന്റെ മുഖ്യ സൂത്രധാരൻ മുഖ്യകണ്ണിയായിട്ടുള്ള ബിലാൽ എന്ന ശ്രീകുമാറാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത്. ഇയാൾ പിടിയിലായിട്ടുണ്ട്. ഇവിടെ കൊണ്ട് അവസാനിക്കുമോ, ഇനി കൂടുതൽ ആളുകൾ ഇതിൽ ഉണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. കൂടുതൽ പെൺകുട്ടികൾ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. കൂടുതൽ പരാതികൾ വരും ദിവസങ്ങളിൽ വരാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ പല ആളുകളും പരാതിയുമായി മുന്നോട്ട് വരാത്തത് ഭയന്നിട്ടാണ്. കാരണം ഇവർ അത്ര വലിയൊരു ക്രിമിനൽ സംഘമാണ് എന്നുള്ളതാണ് പോലീസ് ലഭിച്ചിരിക്കുന്ന വിവരം.